ഈ നമ്മൾ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ നേരം നമ്മുടെ വോട്ട് ചെയ്തു പോയി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ കുറെ പേരുടെ പരാതികളുണ്ട് പല ഇടങ്ങളിൽ നിന്നായിട്ട്, ഓരോ മണ്ഡലത്തിൽ നിന്ന് ഓരോരുത്തരെന്ന് പറയും പോലെ. കോഴിക്കോട് നിന്നുള്ള ചില വാർത്തകൾ. കൊയിലാണ്ടിയിലെ കള്ളവോട്ട് പരാതി. തിരുവങ്ങൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് കള്ളവോട്ട് പരാതി. നൌഷാദ് പാടത്തൊടി എന്ന ആള് ആണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. മറ്റു ചിലയിടങ്ങളിലും പരാതിയുണ്ട്. KV രാഹുൽ വിവരങ്ങളുമായി. രാഹുൽ, ഈ വോട്ട് ചെയ്ത് പോയി എന്ന വിവരം കിട്ടുന്ന ആളുകൾക്ക് ടെൻഡർ വോട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ എന്നാലും ഇതെങ്ങനെ നടന്നു? ബൂത്ത് ഏജന്റുമാർ അവിടെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഇത് ഈ പരാതികൾ എത്ര വ്യാപകമായിട്ടുണ്ട്? അഭിലാഷ്, മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര വ്യാപകമായി പരാതികളില്ല എങ്കിൽ തന്നെയും ഈ സമയത്തും കള്ളവോട്ട് നടക്കുന്നുണ്ട് എന്നത് എനിക്ക് തോന്നുന്നു പഠനത്തിന് തന്നെ വിധേയമാക്കേണ്ടി വരും. അത്രയും സമർത്ഥമായാണ് കള്ളവോട്ട് നടന്നു വരികയും ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്നും ബേപ്പൂർ മണ്ഡലത്തിലെ രാമനാട്ടുകരയിൽ നിന്നുമാണ് കള്ളവോട്ട് ചെയ്തു എന്നുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളത്. അത് കൊയിലാണ്ടി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന LP സ്കൂൾ തിരുവങ്ങൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഉച്ചയോടുകൂടിയാണ് നൌഷാദ് പാടത്തോടി എന്നയാൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി തൻ്റെ ID കാർഡും സ്ലിപ്പൊക്കെയുമായി ഈ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ആ സമയത്ത് ലഭിക്കുന്ന മറുപടി, നിങ്ങളുടെ വോട്ട് മറ്റാരോ ചെയ്തു പോയല്ലോ എന്നാണ്. അതായത് രാവിലെ തന്നെ വന്ന് ഈ നൌഷാദിൻ്റെ പേരിൽ ഒരാൾ വോട്ട് ചെയ്ത് മടങ്ങുകയാണ് ഉണ്ടായത്. തുടർന്ന് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ടെൻഡർ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ രാമനാട്ടുകരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് ഒരു സ്ത്രീയാണ്. അവർ ടെൻഡർ വോട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല. നഗരസഭയിലെ ഗവൺമെൻറ് UP സ്കൂളിലെ 122-ാം ബൂത്തിലാണ് കള്ളവോട്ട് ചെയ്തു എന്ന പരാതി. 884 നമ്പർ ക്രമനമ്പർ വോട്ടേഴ്സ് പട്ടികയിലുള്ള കല്ലട്ടിയിൽ ചന്ദ്രമതി എന്ന സ്ത്രീ എന്ന വീട്ടമ്മ 4 മണിയോടുകൂടിയാണ് പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുന്നത്. ഈ സമയത്താണ് മറുപടി ലഭിക്കുന്നത്, നിങ്ങൾ ചന്ദ്രമതി നേരത്തെ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള മറുപടി. അതായത് ഇവർ പിന്നീട് വോട്ട് ചെയ്തിട്ടില്ല എന്നതാണ്, തിരിച്ചു മടങ്ങി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ രാവിലെ കല്ലാച്ചിയിൽ വെച്ച് ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട് UDF LDF തർക്കങ്ങളുണ്ടായി. ഉച്ചതിരിഞ്ഞ് ബേപ്പൂർ മണ്ഡലത്തിൽ തന്നെ കൊളത്തറയിൽ കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു എന്നാരംഭിച്ച് LDF UDF തർക്കമുണ്ടായി. പോലീസ് ഇടപെട്ട് പരിഹരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സമയത്തും, അതായത് എല്ലാ പോളിംഗ് ബൂത്തുകളിലും ലൈവ് വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുന്നു, സമഗ്ര സുരക്ഷയുണ്ട്, എല്ലാ കാര്യങ്ങളിലും എല്ലാം കുറ്റമറ്റ രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന സമയത്തും കള്ളവോട്ട് നടക്കുന്നു, പരാതികൾ ഉയരുന്നു എന്നത് വളരെ വിചിത്രമായൊരു സംഭവം തന്നെയാണ്. എന്തായാലും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്.